ഹായ് ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇനി മുതൽ ഞാനിടുന്ന ഷോർട്സ് എന്ന് പറയുന്നത് സ്കൂളിന് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ലൈക്ക് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം സ്കൂൾ എത്ര ഫണ്ണാണെന്നുള്ളത്. ആൻഡ് വി മിസ് അവർ സ്കൂൾ ഡേയ്സ്. സോ ആ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിൽ നിന്ന് ഇന്നൊരു ടീച്ചറായതിനു ശേഷം നമ്മൾ നമ്മുടെ മുന്നിലുള്ള കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, വെദർ ഇറ്റ്സ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്, അല്ലെങ്കിൽ നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ലൈക്ക് ടീച്ചർ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ എന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണോ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സോ ഇത് കാണുന്ന ടീച്ചേഴ്സിന് ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹൗ യു വുഡ് റിയാക്ട്. ഓക്കെ, സോ ഇന്നത്തെ ഇൻസിഡൻറ്റ്, ഓക്കെ, ഐ എം ടോക്കിംഗ് ടുഡേസ് ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻ ഇൻ 10th ക്ലാസ്. ലൈക്ക് ഇപ്പോൾ അവർക്ക് SA1 എക്സാം നടക്കുകയാണ്. സോ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ വാസ് ഗിവിങ് സോ മെനി ലൈക്ക് 6 to 7 റിവിഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബോർഡിൽ എഴുതുക, ഞാൻ വായിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ റൈറ്റിംഗ്. അപ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു സെക്കൻഡ് ഉണ്ട്. സോ 3 are sitting in a bench. അവർ ലൈക്ക് ക്വസ്റ്റ്യൻ പറയുമ്പോൾ എഴുതുന്നുണ്ട്. ഇവൻ നന്നായി എഴുതണ പോലെ കാണിക്കുന്നുണ്ട്. സോ ഐ അണ്ടർസ്റ്റുഡ് ഹി ഈസ് നോട്ട് റൈറ്റിംഗ്. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല, വിൽ ബി വാക്കിംഗ് അറൗണ്ട്. ലാസ്റ്റ് ബെഞ്ച് തൊട്ട് ഫസ്റ്റ് ബെഞ്ച് വരെ ഞാൻ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ബെഞ്ച് നടന്നപ്പോൾ ഇവൻ്റെ ബുക്കിൽ ഒന്നും എഴുതിയിട്ടില്ല, ബട്ട് നല്ല പൊരിഞ്ഞ ആക്ഷൻ, നല്ല അടിപൊളിയായിട്ട് ആക്ഷൻ കാണിക്കും. സോ ഐ അണ്ടർസ്റ്റുഡ് ഹി ഈസ് നോട്ട് റൈറ്റിംഗ്. എന്താ എഴുതാത്ത ചോദിച്ചു. ഹി ടോൾഡ് സർ ഐ വാസ് സെർച്ചിങ് മൈ പെന്ന് തപ്പായിരുന്നു. അവൻ ചോദിച്ചു നീ ആക്ഷൻ കാണിക്കിട്ടായിരുന്നല്ലോ സാർ. അപ്പോൾ അവന് ഉത്തരവില്ല. സോ ഐ ടോൾഡ് ഗെറ്റ് അപ്പ് ഫ്രം ദർ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, കം ഔട്ട് ഫ്രം യുവർ പ്ലേസ്. അവൻ അങ്ങനെ പുറത്തേക്ക് വന്നു. ഞാൻ അവനെ അങ്ങനെ കൂട്ടി ക്ലാസ്സിൻ്റെ പുറത്തൊരു ടേബിൾ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, ലൈക്ക് ഒരു ബെഞ്ച് ഡെസ്ക്. അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ, പഠിച്ച് പറയുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ സൈഡ് ദ ക്ലാസ് എന്ന് പറഞ്ഞു. അവൻ ലൈക്ക് ഒരു വിത്തിൻ 5 minutesനുള്ളിൽ അവൻ എഴുതി കഴിഞ്ഞു. അകത്ത് വന്നോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇനി പോയി ഇത് പഠിച്ചിട്ട് വാ. ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഗിവൺ വിത്തിൻ 6 to 7 ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഗിവൺ ദ ടൈം. അവനത് പഠിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവൻ അവൻ്റെ സീറ്റിലിരുന്നു. സോ ഐ അണ്ടർസ്റ്റുഡ് ലൈക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനെ തല്ലിയിട്ടില്ല, ഞാൻ വേറെ ഒരു പണിഷ്മെൻറ്റും കൊടുത്തില്ല. ജസ്റ്റ് അവൻ്റെ പ്ലേസ് ഒന്ന് മാറ്റി അവന് എന്താണോ ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുത്തു. ഗിവൺ ദി ഇൻസ്ട്രക്ഷൻ പ്രോപ്പർലി, ഹി ഡിഡ് ദാറ്റ്, ഹി ഗോട്ട് ഇൻ ടു ദ ക്ലാസ്. ഐ ഹാപ്പി. ഐ വാസ് ഓൾസോ ഹാപ്പി ബിക്കോസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു കുട്ടി ആ കാര്യം ചെയ്തു. സോ ഹി ഈസ് ഓൾസോ ഹാപ്പി. സോ ഞാൻ പറഞ്ഞില്ലേ, ആസ് എ ടീച്ചർ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ കണ്ടായിരുന്നു. മേ ബി ചില ടീച്ചേഴ്സ് ഉണ്ടാവും ബുക്കിൽ എഴുതാത്തതിന് തല്ലിയിട്ടുണ്ടാവും. കാരണം ഐ ഹാവ് ഗോട്ട് ദാറ്റ്. ഞാൻ സ്കൂളിൽ ഇതേപോലെ ആക്ഷൻ കാണിച്ചിരുന്ന സമയത്ത് ടീച്ചർ അത് കണ്ട് ദേഷ്യപ്പെട്ട് ബുക്ക് വലിച്ചെറിയുക, പെന്ന് വലിച്ചെറിയുക, ലൈക്ക് ചിലപ്പോൾ തല്ലുക. സോ നമ്മുടെ ഭാഗ്യം പോലെ ഓരോ ടീച്ചേഴ്സിൻ്റെ സ്വഭാവം പോലെ. സോ ഇറ്റ് ഡിപ്പെൻസ്. സോ ഇതാണ് ഇന്നത്തെ ഇൻസിഡൻറ്റ്. സോ ദോസ് ടീച്ചേഴ്സ് ഓർ ദോസ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇതേ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. സീ യു ടുമോറോ. ബൈ ഗൈസ്, ചീസ്.